സൂര്യനെല്ലിയിൽ കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ 11-കാരൻ രക്ഷിൻ ചികിത്സയ്ക്ക് ശേഷം തിരികെയെത്തി. എന്നാൽ കാത്തിരിക്കാൻ അമ്മയില്ലെന്ന ശൂന്യതയിലേക്കാണ് രക്ഷിൻ മടങ്ങി വന്നത്. ഇനി രക്ഷിന് കൂട്ടായുള്ളത് അമ്മ മാരി. കാട്ടാനയുടെ ചവിട്ടേറ്റ് പിടയുന്നത് നേരിട്ട് കാണേണ്ടി വന്ന സഹോദരി രക്ഷിന മാത്രമാണ്. കഴിഞ്ഞ ജൂൺ 8-നാണ് കാട്ടാന ആക്രമണമുണ്ടായത്. 2 ആഴ്ച നീണ്ട ആശുപത്രിവാസത്തിനൊടുവിൽ ലോക്കാലിലെ ബന്ധുവീട്ടിലേക്ക് രക്ഷിൻ മടങ്ങിയെത്തുമ്പോൾ കാത്തിരുന്ന് ശൂന്യത മാത്രമായിരുന്നു. തലയ്ക്കും കഴുത്തിനുമേറ്റ ഗുരുതര പരിക്കുകളേക്കാൾ ആ കുരുന്നിന്റെ മനസ്സിനെ നോവിക്കുന്നത് അമ്മ ഇനി വരില്ലെന്ന യാഥാർത്ഥ്യമാണ്. അപകടനില തരണം ചെയ്തതിനു ശേഷമാണ് അമ്മ മാരിയുടെ മരണവിവരം ഡോക്ടർമാർ അവനെ അറിയിച്ചത്. കഴിഞ്ഞ ജൂൺ 8-നാണ് ഇവരുടെ ജീവിതം ഇരുളടഞ്ഞുപോയ ആ ദുരന്തം സംഭവിച്ചത്. 1 വർഷം മുൻപ് രോഗബാധിതനായി പിതാവ് രാജ മരിച്ചതോടെ അമ്മ മാരിയായിരുന്നു ഇവരുടെ ഏക ലോകം. വീടിനടുത്തേക്ക് വാഹന സൗകര്യം ഇല്ലാത്തതിനാൽ ചിന്നക്കനാൽ ഹൈസ്കൂളിൽ പഠിക്കുന്ന മക്കളെ സ്കൂൾ ബസ് കയറ്റിവിടാൻ 2 കിലോമീറ്ററോളം നടന്ന് സൂര്യനെല്ലി ബോഡിമെട്ട് റോഡിലേക്ക് വരികയായിരുന്നു ഇവരുടെ പതിവ്. മേഖലയിൽ കാട്ടാനയുണ്ടെന്ന വിവരമറിഞ്ഞ് മക്കൾക്ക് കാവലായാണ് ആ അമ്മ കൂടെ ഇറങ്ങിയത്. പക്ഷേ വിധി കാത്തുവെച്ചത് മറ്റൊന്നായിരുന്നു. വഴിമധ്യേ അപ്രതീക്ഷിതമായി പാഞ്ഞെടുത്ത കാട്ടാന മാരിയെയും രക്ഷിനെയും ആക്രമിക്കുകയായിരുന്നു. ആനയുടെ അടിയും ചവിട്ടുമേറ്റ് ചോരയിൽ കുളിച്ചുകിടന്ന അമ്മയെയും അനിയെയും തൊട്ടുപിന്നിൽ നടന്നു വരികയായിരുന്ന രക്ഷിണയ്ക്ക് നിസ്സഹായതയോടെ നോക്കി നിൽക്കേണ്ടി വന്നു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മാരിയെ ഡോക്ടർമാർക്ക് രക്ഷിക്കാനായില്ല. നമ്മൾ കോട്ടയം കൊണ്ടുപോയിട്ട് നല്ല ട്രീറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു. ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞിട്ട് നല്ല നീറ്റ് എല്ലാ ഡോക്ടർ നേഴ്സ് എല്ലാം നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുത്തായിരുന്നു. ഇതിന് നന്നായി പിന്നെ തന്നെ ഇവർ ഡിസ്ചാർജ് ചെയ്ത് ഇങ്ങോട്ട് അയച്ചു. അതുകൊണ്ട് നമ്മൾ ഇന്നലെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയും കൂടി 2 ആഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകണം. ടെസ്റ്റിന് കൊണ്ടുപോയിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്കൂൾ കൂടാൻ തീരുമാനിച്ചിരിക്കുക. പൂർണ്ണമായും ഒറ്റപ്പെട്ടുപോയ ഈ കുഞ്ഞുങ്ങളുടെ സംരക്ഷണ ചുമതല വനംവകുപ്പ് ഇപ്പോൾ ഇവരുടെ ബന്ധുവും ഈറ്റ് ഫോറസ്റ്റ് ഓഫീസറുമായ M. രമേശിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. കുട്ടികളുടെ അക്കൗണ്ടിലേക്ക് 2.5 ലക്ഷം രൂപ വീതം വനംവകുപ്പ് നിക്ഷേപിച്ചു കഴിഞ്ഞു. ചെലവുകൾക്കായി പ്രതിമാസം 5000 രൂപ വനംവകുപ്പ് നൽകും. പ്രായപൂർത്തിയാകുമ്പോൾ വനംവകുപ്പിന്റെ 5 ലക്ഷവും ജില്ലാ ഭരണകൂടത്തിന്റെ 4 ലക്ഷവും ഉൾപ്പെടെ 9 ലക്ഷം രൂപ കൂടി ഇവർക്ക് ലഭിക്കും. മനസ്സിൽ നമ്മൾ കാണുന്ന സമയത്ത് തോന്നുന്നുണ്ട് ഇച്ചിരി സങ്കടത്തോടുകൂടി ഇങ്ങനെ ഇരിക്കുന്നത്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ അങ്ങനെ തോന്നുക. നമ്മൾ പിള്ളേർ കൂടെയും നമ്മുടെ കൂടെയും ഇരിക്കുന്ന സമയത്ത് ഇച്ചിരി അവന് ഒരു ഇതുണ്ട്, തെളിവുണ്ട്. അത് നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും. പിന്നെ ഇവന് ചേച്ചി വളരെ ഇഷ്ടമാണ്. ഇവൻ്റെ ചേച്ചി വന്നപ്പോൾ ഇവൻ നല്ല മെടുക്കനായി. അത് ഞങ്ങൾക്ക് വളരെ ഒരു ഇതായിപ്പോയി. കാടിറങ്ങുന്ന വന്യമൃഗങ്ങൾ മനുഷ്യന്റെ ജീവനെടുക്കുമ്പോൾ ഇങ്ങനെയുള്ള ചില കുരുന്നുകളുടെ ജീവിതമാണ് ഇല്ലാതാകുന്നത്. ഇനി അങ്ങോട്ട് പരസ്പരം താങ്ങായി ജീവിക്കാൻ തയ്യാറെടുക്കുകയാണ് രക്ഷിനും രക്ഷിണയും. ന്യൂസ് 18 ഇടുക്കി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.